ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ ഈ വാക്യം തന്നെ എബ്രായറിൽ വായിക്കുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് എടുത്തുകൊള്ളപ്പെടാൻ യോഗ്യനാണെന്ന സാക്ഷ്യം അവൻ പ്രാപിച്ചു. നമ്മുടെയൊക്കെയും ലക്ഷ്യവും ആഗ്രഹവും അതുപോലെയുള്ളൊരു സന്ദർഭത്തിന് വേണ്ടിയാണ്. ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, ദൈവമക്കളെ, എന്നെ നോക്ക്, ദൈവമക്കളെ, കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പില്ല. ചിലപ്പോൾ നമ്മൾ മരിക്കും. മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കണം. മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കണം. ജീവിച്ചിരുന്നാൽ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടണം. മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കണം. ജീവിച്ചിരുന്നാൽ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് സാധിക്കുന്നില്ലെങ്കിൽ ഇവിടെ നമുക്കെന്തുണ്ടെന്ന് പറഞ്ഞാലും, ഇവിടെ എന്താണെന്ന് ഭാവിച്ച് നടന്നാലും ഒരു പ്രയോജനവുമില്ല. കൃപയിൽ വന്ന ദൈവമക്കളോട് പറയട്ടെ, വളരെ സ്നേഹത്തോടെ പറയട്ടെ, ആ ലക്ഷ്യം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, വേർപെട്ട കൂട്ടത്തിൽ വന്നത്, ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത് എല്ലാം നമുക്ക് നഷ്ടമെന്നല്ലാതെ ഒരു നേട്ടവുമില്ല. അതുകൊണ്ട് ഇവിടെ പ്രതീക്ഷിക്കുന്നത് ചിലത് കിട്ടിയില്ല എങ്കിലും മറ്റുള്ളവരോടൊപ്പം എത്താൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും അത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം. മനസ്സിലായവർക്ക് മാത്രം കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഇവിടെ ചിലപ്പോൾ ആ ലാസറിനെ പോലെ ജീവിക്കേണ്ട അവസ്ഥ വന്നാലും, അങ്ങനെ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വഴികളിലൂടെയും ദൈവം നടത്തിയെന്ന് വരാം. അങ്ങനെയാണ് ദൈവം നമ്മെ നടത്തുന്നു എങ്കിൽ, ഞാനത് പറയാൻ കാര്യം, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എത്ര പേര് ആഴത്തിലത് വിശ്വസിക്കുന്നുണ്ട്? ഈ മുടി എണ്ണിയിരിക്കുന്ന ദൈവം ഒന്ന് നിലത്ത് വീഴണമെങ്കിൽ തമ്പുരാൻ്റെ അനുവാദം വേണം. അങ്ങനെയെങ്കിൽ ആ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. ചിലപ്പോൾ ചില ക്ലേശങ്ങളിലൂടെയാണ് മുമ്പോട്ട് പോകേണ്ടി വന്നാൽ തന്നെ ദൈവത്തോട് ചേർന്ന് നടന്നുകൊള്ളണം. അപ്പോഴും നിങ്ങൾ ഓർക്കുക, നമ്മുടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഏതൊരനർത്ഥവും ഭയപ്പെടുന്നില്ല, കാരണം യഹോവ എന്നോട് കൂടെയിരിക്കുന്നു. സ്തോത്രം. എവിടെയായിരുന്നാലും ഞാൻ ദൈവത്തോട് കൂടെ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഹനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഇന്ന് നമുക്ക് ഹനോക്ക് അന്ന് അക്ഷരികമായിട്ട് തന്നെ അങ്ങനെ നടന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നമുക്കങ്ങനെ കർത്താവിനെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചേർന്ന് നടക്കാൻ പറ്റുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ശരീരത്തിലാണ്, കർത്താവ് വേറൊരവസ്ഥയിലാണ്. സ്തോത്രം. പക്ഷെ ഇന്ന് നമുക്ക് നടക്കാൻ കഴിയുന്നത് അവൻ്റെ സാന്നിധ്യത്തിലാണ്. സാന്നിധ്യം. ഞാൻ ഈ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? സ്തോത്രം. സാന്നിധ്യത്തിൽ നടക്കണം. നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എത്ര വില കൂടിയ ഫോണായാലും, നമ്പർ വളരെ ഇഷ്ടപ്പെട്ട നമ്പരായാലും, ഉപയോഗമുണ്ടാകണമെങ്കിൽ കവറേജ് എന്നൊരു സംഭവമുണ്ട്. സിഗ്നൽ.
അതില്ലെങ്കിൽ ഈ സാധനം കൊണ്ട് ഒരു ഉപയോഗവുമില്ല. ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ ഈ സാധനം ഇരിപ്പുണ്ട്. ഒരു ദിവസം ഒരു ടവറും വർക്ക് ചെയ്തില്ല. ഇതൊക്കെ ഇറങ്ങിയ കാലത്ത് ഇതൊക്കെ കൊണ്ട് പലയിടത്തും വെച്ചൊക്കെ ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട്. ആർക്കും കിട്ടിയിട്ടില്ല. മണ്ടത്തരം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സ്തോത്രം. അന്നൊന്നും നടക്കത്തില്ല. പക്ഷെ ഇന്ന് കുറച്ചുകൂടെയൊക്കെ സൗകര്യമുണ്ട്. ഇപ്പോഴും ശരിക്ക് കവറേജ് കിട്ടുന്നില്ലെങ്കിൽ ചിലർ കിടന്ന് വിളിക്കുന്ന വിളി വേണം കേൾക്കുന്നില്ല. ഇവിടെ കൂവി വിളിക്കുകയാണ്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് അവരപ്പുറത്തോ ഇപ്പുറത്തോ മട്ടുപ്പാവിലോ കയറി നിന്നിട്ട് ഇപ്പൊ കേൾക്കാമോ? ആ, ഇപ്പൊ കേൾക്കാം. എന്താ കാര്യം? കവറേജ് ഇല്ല. ദൈവമക്കളെ, ആ കവറേജിനകത്താണോ? നീ തോന്നിയ വഴിക്കൊക്കെ പോയാൽ അതിൻ്റെ കൂടെ കവറേജ് വരില്ല. കവറേജ് ഉള്ളിടത്ത് നീ നിന്നോണം. ദൈവസാന്നിധ്യം നിനക്ക് പോകുന്നിടത്തൊക്കെ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ബോധിച്ചിടത്തൊക്കെ പോകാം, ബോധിച്ചതൊക്കെ ചെയ്യാം, ബോധിച്ചതുപോലെ പറയാം, കർത്താവ് കൂടെയുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തേ നീ നിൽക്കാവൂ. കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ള വർത്തമാനമേ നീ പറയാവൂ. കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ള അത് നിലനിർത്താൻ കഴിയുന്ന പ്രവൃത്തികളെ നീ ചെയ്യാവൂ. അതാണ് സാന്നിധ്യം. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കർത്താവിനോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ് കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്? ഒടുവിൽ പാതാളത്തിലോട്ട് പോകാതെ എടുത്തുകൊള്ളപ്പെടാൻ. സങ്കീർത്തനം 9:17 വായിച്ച്. സങ്കീർത്തനം 9:17 വേഗം വായിച്ചോ. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും, ദൈവമില്ലാത്തവരും ദൈവത്തെ അറിഞ്ഞിട്ടും മറന്ന് ജീവിക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. കേട്ടല്ലോ എല്ലാവരും? സ്തോത്രം. ദൈവമില്ലാത്തവരും ദൈവത്തെ അറിഞ്ഞിട്ട് മറന്ന് ജീവിക്കുന്നവരും പാതാളത്തിലോട്ട് പോകും. എന്നാൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന കർത്താവിൻ്റെ മക്കൾ എടുത്തുകൊള്ളപ്പെടും. എടുത്തുകൊള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പുസ്തകം പിടിച്ച് ഞാൻ നടക്കുന്നത്. ഈ അല്പകാല ജീവിതത്തിൽ ചിലപ്പോൾ കുറച്ച് നന്മ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. സ്തോത്രം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിനോട് ചേർന്ന് നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി കർത്താവ് കൂടെ കാണുമായിരിക്കും എന്ന് സങ്കല്പിച്ചൊന്നും നടക്കരുത്. തെളിവ്, യേശുക്രിസ്തുവിന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. ഇവരൊരുമിച്ച് പള്ളിയിൽ പോയി. ആരാധന കഴിഞ്ഞ് അല്ലെങ്കിൽ ഉത്സവം കഴിഞ്ഞ് മാതാപിതാക്കൾ വിചാരിച്ചു, എൻ്റെ മോനല്ലേ, അവൻ എന്നെ വിട്ടിട്ട് വേറെ എവിടെ പോകാനാ. സ്തോത്രം. അവരങ്ങ് നടന്നു. ലൂക്കോസ് 2:44 തിരുവെടുത്ത് വേഗം വായിച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. എല്ലാവരും ഒന്ന് എന്നെ വളരെ ശ്രദ്ധിക്കണം. കഥയായിട്ട് കാണരുത്, വളരെ ആഴമുള്ള സത്യനകത്തുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ മോനെയും കൂട്ടി പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർക്കൊരു ചിന്ത, ഞാൻ അപ്പനും അമ്മയല്ലേ, അവനെൻ്റെ മോനല്ലേ, അവൻ കൂടെ ഉണ്ടാവും. മാത്രമല്ല ഇത്തിരി യാത്രക്കാരുണ്ട്, പള്ളിക്കാരും കൂടെ പ്രാർത്ഥിക്കുന്നവരും വാസപ്രാർത്ഥനയ്ക്ക് വരുന്നവരും പ്രൈസുകളോട് സഭായോഗത്തിന് കൂടുന്നവരും എല്ലാമായിട്ട് നല്ല കൂട്ടമുണ്ട്. ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും കാണും. അങ്ങ് നടന്നു. ഒരു ദിവസം നടന്നെന്ന്. ഒരു ദിവസം അവരുടെ ചിന്ത,
ഞങ്ങളുടെ അടുത്ത് കൂടെ ഇല്ലെങ്കിലും കൂട്ടത്തിൽ കാണും. സ്തോത്രം. ഒടുവില് ഈ കൂട്ടമൊക്കെ മാറി ഒറ്റയ്ക്ക് നടക്കേണ്ട സമയം വന്നു. അപ്പോഴും നോക്കിയപ്പോൾ കാണാനില്ല. മനസ്സിലാവുന്നു? ഒറ്റയ്ക്ക് നടക്കേണ്ട അവസരങ്ങളുണ്ടാവും, തന്നെ നടക്കേണ്ട സ്ഥാനങ്ങളുണ്ടാകും. ഹല്ലേലൂയ. കൂട്ടത്തിൽ നമുക്കിതൊക്കെ അല്പം എളുപ്പമുണ്ട് കേട്ടോ. കൂടെ പാടാനും കൈയടിക്കാനും കൂടെ ആരാധിക്കാനും കൂടെ നടക്കാനും ഏത് സമയത്തും ഏത് കാര്യങ്ങളിലും ഒപ്പമുണ്ടായിരിക്കാനും കുറേ ആളുണ്ടെങ്കിൽ ഒരുവിധം ഒപ്പിച്ചൊക്കെ പോകാം. പക്ഷേ ഏകരായി തീരുമ്പോൾ, തന്നെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, സിയോൻ യാത്ര ഒറ്റയ്ക്കാണെന്ന് ദൈവസഭയോട് ദൂത് വിളിച്ച് പറയുകയാണ്. ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര ഒറ്റയ്ക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ യേശു കൂടെ ഇല്ലെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം കൂടെ ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഹല്ലേലൂയ. മാതാപിതാക്കള് നോക്കിയപ്പോൾ യേശുവിനെ കണ്ടില്ല. ഒരു ദിവസം അവർ യാത്ര ചെയ്തു. യേശുവില്ലാതെ, യേശുവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു ദിവസം യാത്ര ചെയ്ത ഇവർക്ക് പിന്നെ യേശുവിൻ്റെ സാന്നിധ്യത്തിലോട്ട്, യേശുവിൻ്റെ അടുക്കലോട്ട് ഒപ്പം കൂട്ടുവാൻ എന്നെ പിന്നെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾ ഇങ്ങനെ പോയെന്നുള്ള കാര്യം യേശുവിന് അറിയാമായിരുന്നല്ലോ. ഓടിച്ചെന്ന് വിളിച്ച് പറയണ്ട, അപ്പ അമ്മ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോവുകയാണ്, ഞാൻ കൂടെ വരട്ടെ, ഞാനും കൂടെ ഉണ്ട് പറഞ്ഞോ, പോയോ? പിന്നെ അങ്ങനെയെങ്കിൽ നമ്മുടെ കാര്യം എങ്ങനെ? സ്വന്തം അപ്പനും അമ്മയും യേശുവിനെ വിട്ടിട്ട് പോയപ്പോൾ പോയവരുടെ പുറകെ പോയി കൂടിയോ? നല്ലതുപോലെ ഓർത്തിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദിവസം യേശുവിനെ വിട്ടിട്ട് പോയവർ, എൻ്റെ 46-ാം വാക്യം വായിച്ചേ, 2:46. 3 നാൾ കഴിഞ്ഞ ശേഷം, 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ മതി 3 നാൾ കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചു. എന്നെ എല്ലാവരും ഒന്ന് ചിന്തിക്കണേ. ദൈവസാന്നിധ്യം വിട്ട് യേശുവിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകാൻ, അകന്നു പോകാൻ എളുപ്പമാണ്. അതിങ്ങനെ കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ദൈവത്തിന് ഇഷ്ടമുള്ളതും പറയും, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും പറയും. ഇങ്ങനെ സ്തോത്രം അങ്ങനെ അങ്ങ് പോവുകയാണ് ഒരു ദിവസം. പക്ഷേ യേശു ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ കണ്ടെത്തുവാൻ എത്ര ദിവസം? ആ 3 ദിവസത്തെ യാത്ര എങ്ങനെയായിരുന്നാണ് ഒന്ന് പറഞ്ഞേ. സ്വന്തം മോനെ കാണാത്തതിന് 3 ദിവസം അന്വേഷിച്ച് കിടക്കണ ചിരിച്ച് കളിച്ച് ആടിപ്പാടി ഒക്കെ നടന്നല്ലേ. പിന്നെ ചങ്കിൽ തീ പിടിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നേ. അങ്ങോട്ട് പോയപ്പോൾ പതുക്കെ നടന്നു പോയി. തിരഞ്ഞു പോയപ്പോൾ ഈ ചാലക്കുടിയിൽ നിന്ന് പല വഴികൾ തിരിഞ്ഞു. എല്ലാ വഴിയിലും എന്നെ അന്വേഷിക്കേണ്ടി വന്നു. നേരത്തെ ഒറ്റ വഴിയേ ഉള്ളുമായിരുന്നു യാത്ര ചെയ്യാൻ. പക്ഷേ തിരിച്ച് അന്വേഷിച്ച് പോയപ്പോൾ ഏത് വഴി യേശു പോയെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് എല്ലാ ഓടുവഴിയിലും കയറേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ 3 ദിവസം മരണവെപ്രാളമായിരുന്നു. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷം, കണ്ടെത്തിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, യേശുവിൽ നിന്ന് അകന്നു പോകാൻ എളുപ്പമാണ്, ഇഷ്ടത്തിന് പോകാൻ എളുപ്പമാണ്, സാന്നിധ്യം വിട്ടുപോകാൻ എളുപ്പമാണ്. അതിന് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന മക്കളെ, യേശുവിൽ നിന്ന് അകന്നു പോകുവാൻ നമ്മെ സഹായിക്കുന്ന സാഹചര്യങ്ങൾ, പ്രോത്സാഹനങ്ങൾ, കൂട്ടുകാർ, ബന്ധങ്ങൾ, മുഖാന്തരങ്ങൾ, ശബ്ദങ്ങൾ, നോട്ടങ്ങൾ, ആംഗ്യങ്ങൾ ഒക്കെ നമ്മുടെ നേരെ വരും. ഇത് യേശുവിൽ നിന്ന് അകറ്റുന്നതാണോ അടുപ്പിക്കുന്നതാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. മനസ്സിലായവർക്ക് മാത്രം ഒരു ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് പരിശുദ്ധാത്മാവ് വിളിച്ച് പറയുന്നു, സാഹചര്യങ്ങൾ എന്തായാലും, പ്രതിസന്ധികൾ എത്ര വന്നാലും, എത്ര പ്രലോഭനങ്ങൾ വന്നാലും, എത്ര സ്വാധീനങ്ങൾ വന്നാലും, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത്. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 3-ാം വചനം വായിക്കാം. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 3-ാം വചനം. നീ അവന്റെ സന്നിധി വിട്ടു പോകുവാൻ ബന്ധപ്പെടരുത്. ഒന്നും കൂടെ വായിച്ച് എല്ലാവരും ഒന്ന് കേൾക്കണം, എല്ലാവരും ഒന്ന് കേൾക്കണം. നീ അവന്റെ സന്നിധി വിട്ടു പോകുവാൻ ബന്ധപ്പെടരുത്. ആരാധന മുടക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ വായിച്ചത് കേട്ടാ, ഏത് കാരണത്താൽ നീ ഒരു ആരാധന മുടക്കുന്നു എന്നുള്ളത് തമ്പുരാൻ നോക്കുന്നുണ്ട്. ആരാധനകൾ മുടക്കരുത്, ആത്മീയ കാര്യങ്ങളൊന്നും കുറയ്ക്കരുത്. പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, പ്രാർത്ഥിക്കാതെ ഉറങ്ങുന്നതും ബാക്കി പ്രാർത്ഥനയിൽ ഉറങ്ങുന്നതും പാപമാണ്. അങ്ങനെയെങ്കിൽ ഓരോന്നൊന്ന് ചിന്തിച്ചേ, അകലുകയാണോ അടുക്കുകയാണോ? അകന്നാൽ അപാകതകൾ ധാരാളമുണ്ട്, വിവരിക്കാൻ സമയം പോരാ. സ്തോത്രം. അടുത്താൽ എടുത്തുകൊള്ളപ്പെടും. ഹല്ലേലൂയ. ഒരു കാരണവശാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ നീ ബന്ധപ്പെടരുത്. ഈ വാക്യം കുറിച്ചു വച്ചോ. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ നീ ബന്ധപ്പെടരുത്. അകലാൻ എളുപ്പമാണ്, പിന്മാറാൻ എളുപ്പമാണ്, സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ എളുപ്പമാണ്, പക്ഷേ നീ ബന്ധപ്പെടരുത്. സ്തോത്രം. ദൈവത്തോട് അടുത്ത് 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 വരുവാൻ ഉത്സാഹിക്കുക. തടസ്സങ്ങൾ പലതും ഉണ്ടാകാം. ഈ സാന്നിധ്യത്തിനകത്ത് കയറി സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ചിലപ്പോൾ കൂടെയുള്ളവരൊക്കെ അതിനനുകൂലമല്ലായിരിക്കാം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നാലും സാന്നിധ്യത്തിനകത്ത് യാത്ര ചെയ്യുക. സാന്നിധ്യത്തിൽ ചേർന്ന് യാത്ര ചെയ്യുക. എവിടെ നിന്നാലും ചിന്തിച്ചോ, ഞാൻ ദൈവ സാന്നിധ്യത്തിലാണോ? ഒരു സംസാരം ഉണ്ടാകുമ്പോൾ ചിന്തിച്ചോ, ഇത് ദൈവ സാന്നിധ്യത്തിനകത്താണോ? എവിടെ യാത്ര ചെയ്താലും, എവിടെ നിന്നാലും, എവിടെ ഇരുന്നാലും, എന്തൊക്കെ ചെയ്താലും ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ ദൈവ സാന്നിധ്യത്തിനകത്താണോ? ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നാൽ, അകത്ത് നൽകി എന്ത് വില കൊടുത്തും ഇതിനകത്ത് നിന്നാൽ, മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കാം, ജീവിച്ചിരുന്നാൽ വരവെങ്കിലെടുക്കപ്പെടാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സാന്നിധ്യത്തിനകത്ത് ജീവിച്ചാൽ, അകന്നു പോകാതെ നിന്നാൽ, ഈ പുസ്തകം ഉറപ്പു തരുന്നു, നിന്റെ ഒരു നന്മയും മുടങ്ങത്തില്ല. നിന്റെ ഒരു നന്മയും മുടങ്ങുകയില്ല. ദൈവവചനമെന്ന ഈ സത്യമനുസരിച്ച് നീ നേരോടെ ജീവിച്ചാൽ, ഹല്ലേലൂയ, വചന വ്യവസ്ഥയിൽ ജീവിച്ചാൽ, സാന്നിധ്യത്തിനകത്ത് ജീവിച്ചാൽ, ചേർന്ന് ജീവിച്ചാൽ, ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റുന്ന ഒരു കാര്യത്തിലും ഇടപെടാതെ ജീവിച്ചാൽ, നിനക്കുള്ള ഒരു നന്മയും മുടക്കുകയില്ലെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും മുടക്കിയാൽ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം വർദ്ധിക്കട്ടെ. സാന്നിധ്യത്തിൽ ചേർന്ന് നടക്കാം, സാന്നിധ്യത്തിനകത്ത് നടക്കാം. ഹല്ലേലൂയ. എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ നേട്ടമല്ല, ഇവിടുത്തെ നേട്ടമല്ല, വേണ്ടെന്നല്ല പറഞ്ഞത്, നേട്ടമല്ല. എൻ്റെ ലക്ഷ്യം ഒടുവിൽ എടുത്തുകൊള്ളപ്പെടണം.